നോക്കാം കാർഷിക വാർത്തകൾ. ടയർ മേഖലയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത കുറയുന്നു. കാലാവസ്ഥ തെളിഞ്ഞതിനാൽ സംസ്ഥാനത്ത് ടാപ്പിംഗ് പുരോഗമിക്കുന്നു. തെക്കൻ തായ്ലൻഡിൽ മഴ മാസാവസാനം വരെ തുടരുമെന്ന കാലാവസ്ഥാ വിലയിരുത്തലുകൾ റബ്ബർ വില ഉയർത്താൻ അവസരമൊരുക്കുമെന്ന നിഗമനത്തിലാണ് ഏഷ്യൻ ഉൽപ്പാദന രാജ്യങ്ങൾ. ടയർ മേഖലയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത രാജ്യാന്തര തലത്തിൽ കുറയുമെന്ന വിലയിരുത്തലുകൾക്കിടയിലും റെഡി മാർക്കറ്റായ ബാങ്കോക്കിൽ ഷീറ്റിന് തളർച്ച നേരിട്ടു. ചൈനീസ് ടയർ വ്യവസായികളിൽ നിന്നുള്ള വാങ്ങൽ താൽപര്യം കുറഞ്ഞതുമൂലം തായ് മാർക്കറ്റിൽ ഷീറ്റ് വില കിലോ 209 രൂപയായി താഴ്ന്നു. റബ്ബർ അവധി വ്യാപാരത്തിൽ നിക്ഷേപകരുടെ അഭാവം മൂലം വില നേരിയ റേഞ്ചിൽ നീങ്ങി. ഇന്ത്യൻ ടയർ നിർമ്മാതാക്കൾ ആഭ്യന്തര വില 100 രൂപ ഉയർത്തി 19,100 രൂപയ്ക്ക് ശേഖരിച്ചു. കാലാവസ്ഥ തെളിഞ്ഞതിനാൽ മധ്യകേരളത്തിലും സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലും കർഷകർ റബ്ബർ ടാപ്പിംഗിന് ഉത്സാഹിച്ചു. കുരുമുളക് സംഭരണം ശക്തമാക്കി കറിമസാല വ്യവസായികൾ. പ്രതീക്ഷയിലേക്ക് ഉയരാതെ ഏലം. ഉത്തരേന്ത്യയിൽ ശൈത്യം ശക്തമായതോടെ കറിമസാല വ്യവസായികൾ കുരുമുളക് സംഭരണം ശക്തമാക്കി. ഇടുക്കി, വയനാട് ജില്ലകളിൽ കൊച്ചിയിലേക്കുള്ള കുരുമുളക് നീക്കം പിന്നിട്ട വാരം കുറഞ്ഞു നിന്നത് നിരക്കുയർത്തി ചരക്ക് സംഭരിക്കാൻ വ്യവസായികളെ പ്രേരിപ്പിച്ചു. കൊച്ചിയിലാകെ 29 ടൺ കുരുമുളകാണ് വിൽപ്പനയ്ക്ക് വന്നത്. ഇതിനിടയിൽ കുരുമുളക് വില ഇടിക്കാൻ ഇറക്കുമതി ലോബി എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അൺഗാർബിൾഡ് കുരുമുളക് 66,500 രൂപയാണ്. ഏലയ്ക്ക ലേലത്തിൽ ചരക്ക് വരവ് ഗണ്യമായി കുറഞ്ഞു. മൊത്തം വരവ് 10,000 കിലോയിൽ ഒതുങ്ങിയത് വിലയിൽ കുതിച്ചുചാട്ടം സൃഷ്ടിക്കുമെന്ന് ഉൽപാദന മേഖല കണക്ക് കൂട്ടിയെങ്കിലും കയറ്റുമതിക്കാരും ആഭ്യന്തര ഇടപാടുകാരും കാര്യമായ ആവേശം പ്രകടിപ്പിക്കാതെയാണ് ഏലയ്ക്ക സംഭരിച്ചത്. ശരാശരി ഇനങ്ങൾ 2,925 രൂപയിലും മികച്ച ഇനങ്ങൾ 3,104 രൂപയിലും കൈമാറി. മൊത്തം 10,937 കിലോഗ്രാം ഏലയ്ക്ക ലേലം കൊണ്ടു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മൃഗസംരക്ഷണ മേഖലയിലുള്ളവർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡിന് അപേക്ഷിക്കാം. ഇതുവഴി 3 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. മൃഗസംരക്ഷണ മേഖലയിലുള്ളവർക്കും ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡിന് അപേക്ഷിക്കാവുന്നതാണ്. പശു, ആട്, കോഴി, പന്നി, താറാവ് കർഷകർക്കും കർഷക കൂട്ടായ്മകൾക്കും അപേക്ഷിക്കാം. 3 ലക്ഷം രൂപ വരെയാണ് വായ്പ ലഭിക്കുക. ഈടില്ലാത്ത വായ്പ 1.6 ലക്ഷം രൂപ വരെ ലഭിക്കും. 7% പലിശയ്ക്കാണ് വായ്പ നൽകുക. കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് 3% പലിശ തിരികെ ലഭിക്കും. പരമാവധി പലിശ സബ്സിഡി 2 ലക്ഷം രൂപയായി നിജപ്പെടുത്തിയിട്ടുണ്ട്. കാർഡ് ലഭിക്കാൻ പ്രദേശത്തെ സർക്കാർ മൃഗാശുപത്രിയുമായി ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മുള ഉൽപാദനത്തിൽ മുന്നിലായിട്ടും വിപണി വിഹിതത്തിൽ ഇന്ത്യ പിന്നിൽ. മുള ഉൽപ്പന്നത്തിന്റെ ആഗോള വിപണിയിൽ 3% മാത്രമാണ് ഇന്ത്യക്കുള്ളത്. 13.96 ദശലക്ഷം ഹെക്ടറാണ് ഇന്ത്യയിലെ മുള കൃഷി വിസ്തൃതി. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മുള ഉൽപാദക രാജ്യമാണ് ഇന്ത്യ. വിപണി വിഹിതത്തിൽ 65%വുമായി ചൈനയാണ് ആധിപത്യം നിലനിർത്തുന്നത്. ചൈനയേക്കാൾ വൻതോതിൽ മുളകൃഷി ഉണ്ടായിട്ടും ഇന്ത്യ അതിന്റെ സാധ്യതകൾ മുതലാക്കിയിട്ടില്ലെന്നാണ് MSME അധികൃതർ വ്യക്തമാക്കുന്നത്. സംഘടിത തോട്ടങ്ങൾക്ക് കാര്യമായ വികാസമില്ലാത്തത് ഇത് അസംസ്കൃത വസ്തുക്കളുടെ വ്യാവസായിക പ്രവേശനം പരിമിതപ്പെടുത്തുന്നു. മഹാരാഷ്ട്രയിലെ അടൽ ബാംബു സമൃദ്ധി യോജന പ്രകാരം സ്വകാര്യ പൊതുമേഖലകളിൽ മുളകൃഷി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇത് ഗ്രാമീണ സംരംഭകരെ പിന്തുണയ്ക്കുന്നതാണ്. സബ്സിഡികളിലൂടെയും പ്രോത്സാഹനങ്ങളിലൂടെയും വാണിജ്യപരമായി ലാഭകരമായ ഇനം മുളകൾ വളർത്താൻ കർഷകരെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് വിദഗ്ധരുടെ പക്ഷം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദേശീയ എണ്ണക്കുരു മിഷന് വെല്ലുവിളി ഉയർത്തുകയാണ് ചോളകൃഷി. സോയാബീൻ കൃഷിയിൽ നിന്ന് കർഷകർ ചോളകൃഷിയിലേക്ക് മാറുന്നതാണ് പ്രധാന കാരണം. നടപ്പ് ഖാരിഫ് സീസണിൽ ചോളകൃഷിയുടെ വിസ്തൃതി വർദ്ധിച്ചിരിക്കുകയാണ്. ഇത് എണ്ണക്കുരു മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന ആശങ്കയിലാണ് വിദഗ്ധർ. നാണ്യവിളകളിലേക്കുള്ള കർഷകരുടെ പോക്ക് എണ്ണക്കുരു മിഷന് വെല്ലുവിളിയായിരിക്കുകയാണ്. ദേശീയ എണ്ണക്കുരു ദൗത്യം വിജയകരമാണെന്ന് ഉറപ്പാക്കാൻ ശരിയായ വിളാസൂത്രണം ആവശ്യമാണെന്നാണ് വിദഗ്ധർ കരുതുന്നത്. ഈ വർഷം ഖാരിഫ് സീസണിൽ 83.95 ലക്ഷം ഹെക്ടറിലാണ് ചോളം കൃഷി ചെയ്തത്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ചോളത്തിന്റെ വിസ്തൃതി 3 മുതൽ 5 ലക്ഷം ഹെക്ടർ കൂടുതലാണ്. അതേസമയം എണ്ണക്കുരു കൃഷി 2023 അപേക്ഷിച്ച് കുറവാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അടിസ്ഥാന താങ്ങുവിലയ്ക്ക് സർക്കാർ നെല്ല് സംഭരിക്കുന്നത് ധാന്യ കർഷകർക്ക് ആശ്വാസം നൽകുന്നുണ്ട്. എന്നാൽ സോയാബീനോ മറ്റ് എണ്ണക്കുരുവിനോ ഇത്തരം ഗ്യാരണ്ടി ഇല്ലെന്ന കർഷകരുടെ പരാതി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. RSS 4 225, RSS 5
220. ലാറ്റക്സ് 146. ജാതിക്ക 370. ജാതിപത്രി 2000 മുതൽ 2100 വരെ. ഗ്രാമ്പൂ 900. അടയ്ക്ക 250. കാപ്പിക്കുരു 225. കൊക്കോപ്പരിപ്പ് 690. കുരുമുളക് ഗാർബിൾഡ് 66,500. കുരുമുളക് അൺഗാർബിൾഡ് 64,500. ഏലയ്ക്ക 2,800 മുതൽ 2,850 വരെ. വെളിച്ചെണ്ണ 21,300. കൊപ്ര 16,300. ചുക്ക് 32,500.